അഡ്വാൻസ് പിറന്നാൾ ആശംസകൾ. താങ്ക് യു. അല്ല, ഞാൻ കോഫി എടുക്കട്ടെ? അയ്യോ, ഒന്നും വേണ്ട സിസ്റ്ററെ. ഞാനങ്ങനെ കൂടുതൽ ചായയും കോഫിയൊന്നും കുടിക്കാറില്ല. ഡോക്ടറുടെ കർശന നിർദ്ദേശമാണ്. പവിത്ര ഇവിടെ ഇരിക്കെ, നമുക്കേ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം. അതല്ലേ ഒരു സന്തോഷം. ആ അതെ അതെ, അതാ കൂടുതൽ സന്തോഷം. സിസ്റ്റർ ഇപ്പോ ഞങ്ങളുടെ കുടുംബത്തിനൊരു ഭാഗമോ, ഒരിക്കലും അന്യല്ല. എന്തും തുറന്നു പറയാം. അതെ, എന്തും ഞങ്ങളോട് തുറന്നു പറയാം. പ്രതാപനോടും എന്നോടും എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം പവിത്രയ്ക്കുണ്ട്. സാറിനോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. ബഹുമാനം മാത്രം പോരല്ലോ, ഒരു ഇഷ്ടവും വേണ്ടേ? അല്ല, പവിത്ര എന്താ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്തെ? എന്താ, വിവാഹം വേണ്ടെന്നാണോ? അതെ, പ്രതാപൻ നിർബന്ധിച്ച് ചോദിക്കുന്നതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? അത് ഞാൻ പിന്നെ പറയാം. എന്റെ ചോദ്യം പവിത്രയോടാ. അല്ല, എന്താ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാത്തെ? എന്റെ കല്യാണമൊന്നും നടക്കില്ല ചേച്ചി. എനിക്ക് ചൊവ്വാദോഷമുണ്ട്. ആ, പിന്നെ ചൊവ്വാദോഷം. ചൊവ്വാദോഷം ഉള്ളവരാരും കല്യാണം കഴിക്കാതിരിക്കുന്നുണ്ടോ? ഒന്ന് പോവണേ. ഞാൻ കല്യാണം കഴിച്ച താലി കെട്ടിയ പുരുഷന് ഉടനെ അപകടം സംഭവിക്കുന്ന എന്റെ ജാതകത്തിലുള്ളത്. പിന്നെ ഏതോ ഒരു വിവരദോഷി എഴുതിയ ജാതകം വെച്ച് ജീവിതം കൊണ്ടുപോയി തകർക്കരുത്. അതെ, ഒരു ജാതകവും കറക്റ്റല്ല. പവിത്രയെ പോലെ തുല്യ ദുഃഖമുള്ള ഒരാള് എനിക്കുമുണ്ട്. ഞാനേ അയാളുമായിട്ട് പവിത്രയ്ക്കൊരു കല്യാണം ആലോചിച്ചാലോ? പവിത്രയെക്കാളും അല്പം പ്രായക്കൂടുതലുള്ള ആളാ. പ്രായക്കൂടുതലൊന്നും ഇക്കാലത്തൊരു വിഷയമല്ല. എന്താ, ഞാൻ ആലോചിക്കട്ടെ? പ്ലീസ് ചേച്ചി, എന്റെ കുടുംബത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് ഹൈദരാബാദില്. ഞാൻ നാളെ തന്നെ ഹൈദരാബാദിലേക്ക് പോവും. പവിത്രേ, ഞാൻ പറയുന്ന പവിത്ര ഒന്ന് കേൾക്ക്. ഒരു കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇവിടെ ജീവിക്കേ. ചേച്ചി കല്യാണം ആലോചിക്കാൻ വന്നാണോ അതോ പിറന്നാൾ ആശംസിക്കാൻ വേണ്ടി വന്നാണോ? കല്യാണവും വേണ്ടേ പ്രതാപ? ദീപ കാണില്ല. അമ്മായി ഒരു പണി ഇങ്ങോട്ട് തരുമ്പോ നിങ്ങൾ ആലോചിക്കണം. 9 പണി ഞാൻ തിരിച്ചു തരുമെന്ന്. കേട്ടോ അംബികെ? അവളെന്നെ വെല്ലുവിളിക്കുന്നു. അമ്മയെ ഓടിച്ചതുപോലെ മകളെയും ഓടിക്കേണ്ടതായിരുന്നു പണ്ടേ. അല്ലെങ്കിൽ കൊല്ലണമായിരുന്നു. എനിക്ക് പറ്റിയ അബദ്ധം അതൊക്കെ. അവള് അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്രതാപേട്ട, ഇന്ന് മെഡിസിൻ കഴിച്ചില്ലല്ലോ. ഇതാ.
ഇതെന്താ പൂജപ്പുര സെൻട്രൽ ജയിലോ? പ്രതിയെയും കൊണ്ട് പോലീസുകാർ കോടതിയിൽ പോകുന്ന പോലെയാണല്ലോ ഇവനെയും കൊണ്ട് നിങ്ങൾ രണ്ടാളുടെയും വരവ്. അപ്പോ എങ്ങനെയൊക്കെയാണ് അവന്റെ ശിക്ഷാരീതികൾ? അത് മേൽക്കോടതിയിലൊന്ന് ബോധിപ്പിക്കാനാ ഞങ്ങൾ ഇവനെ കൊണ്ട് വന്നത്. എന്നാ ബോധിപ്പിക്ക. അച്ഛാ, ഇവന് കൊടുത്തിരിക്കുന്ന മുറിയില് കട്ടിലില്ല, ഒരു പുൽപ്പായ മാത്രം. ആ അത് കൊള്ളാം. തലയണയ്ക്ക് പകരം 2 ഇഷ്ടിക കൊടുത്താൽ മതി. തലയണ കൊടുക്കണ്ട. ഇഷ്ടികയും കൊടുക്കണോ? ഏയ് കൊടുത്തേക്ക്. തിരിട്ട് പയലാണെങ്കിലും മൂഞ്ചി പാത്ത അപ്പാവി മാതിരി. ആ ശരി അച്ഛാ, ഇഷ്ടിക കൊടുക്കാം. മുറിയില് AC ഇല്ല, ഫ്രിഡ്ജും ഇല്ല, കോസ്മെറ്റിക് ഐറ്റംസ് ഒന്നുമില്ല. എന്തിനേറെ പറയുന്നു, വാഷ്റൂമില് വെള്ളം വേണമെങ്കിൽ ഇവൻ കോരിക്കൊണ്ട് വെക്കണം. അതൊക്കെ അങ്ങനെ തന്നെ വേണം. അതല്ലേ ശിക്ഷ. അതിരിക്കട്ടെ, ഫാൻ ഉണ്ടോ? ഉണ്ടായിരുന്ന ഫാൻ മാറ്റി ഒരു പഴയ ഫാൻ ഇട്ടു. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് പുനലൂർ വഴി മധുരയ്ക്ക് പോകുന്ന ട്രെയിനിന്റെ ശബ്ദം.